Welcome to Blessing Today Morning Glory. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം. Hope you enjoy the everyday devotional program. ഓരോ ദിവസത്തെയും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ If വിശ്വസിക്കുന്നു. you like this program, share this with others. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്യണം. And if you have not yet subscribed to our channel, just do it right away. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ദയവായി ചെയ്യുക. So that you will not miss any of these uploads. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു അപ്ലോഡും അതുകൊണ്ട് മിസ് ചെയ്യാതിരിക്കും. Hallelujah. ഹല്ലേലൂയ. And today we are going to continue with the supernatural experiences with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ എന്നും തുടരും. And before that we are going to pray for the sponsors. അതിനിടയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് സ്പോൺസേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ സ്പോൺസർ കുന്നംകുളത്ത് നിന്ന് TC രാജൻ ആൻഡ് ജോയ്സി ആണ് ആദ്യത്തെ സ്പോൺസർ. Thank you so much TC Rajan and Joycey. കർത്താവെ, കുടുംബം ഒന്നിച്ച് സത്യദൈവത്തെ അറിയുവാൻ, ആരാധിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ റൈറ്റസിന് കർത്താവെ എഞ്ചിനീയറിംഗിൽ ഉന്നത വിജയം നേടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. മൂത്ത മകൻ റെയിൻറ്റോയ്ക്ക് കർത്താവെ സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് മക്കളുടെയും ഭാവി സുരക്ഷിതമാകുവാൻ, കുടുംബം ആത്മീയവും സാമ്പത്തികവുമായ ഉയർച്ചകൾ പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തത് കായംകുളത്ത് നിന്ന് ശശിധരനാണ് അടുത്ത നമ്മുടെ സ്പോൺസർ. Thank you so much Shashidharan. കർത്താവെ, ക്യാൻസർ രോഗം പരിപൂർണമായി സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും വരാത്ത വിധം ക്യാൻസർ രോഗത്തിൻ്റെ അണുക്കൾ പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് മാറിപ്പോകേണ്ടതിനു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്തത് ഓസ്ട്രേലിയയിൽ നിന്ന് മിഥുൻ ആൻഡ് അതുല്യ ആണ്. Thank you so much Mithun, Atulya. കർത്താവെ, 2020 ദൈവം ഇനി നൽകിയ എല്ലാ നന്മകൾക്കും അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. മാർച്ച് മാസത്തിൽ കർത്താവെ, സഹോദരിക്ക് ഡെലിവറി നടക്കുമ്പോൾ അതുല്യയും കുഞ്ഞും ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെലിവറി തീയതിക്ക് മുന്നായി ഓസ്ട്രേലിയയിലെ PR തടസ്സങ്ങളില്ലാതെ ലഭിക്കേണ്ടതിന് വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ, അടയാളങ്ങൾ അങ്ങ് ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Thank you all sponsors. May God bless you and reward you. എല്ലാ സ്പോൺസേഴ്സിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം തക്ക പ്രതിഫലങ്ങൾ നൽകി നിങ്ങളെ മാനിക്കട്ടെ. And you can also join as a sponsor or a partner. നിങ്ങൾക്കും ഒരു സ്പോൺസറായിട്ടോ പാർട്ട്ണറോ ആയിട്ടോ ഒക്കെ ഇതിൽ പങ്കുചേരാൻ സാധിക്കും. Just take down the details on the screen and save it for future. ഈ സ്ക്രീൻ കാണുന്ന ഡീറ്റെയിൽസ് ദയവായി എടുത്ത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, ഭാവിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദയവായി സേവ് ചെയ്ത് വെക്കുക. Let us worship the Lord with the team. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. Look
All right, different supernatural experiences we have in our personal lives with the Holy Spirit. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യത്യസ്തമായ അസാധാരണമായ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കുന്നു. What is number one? എന്താണ് ആദ്യത്തേത്? Can you tell me? നിങ്ങൾക്ക് എന്നോട് പറയാമോ? Put it in the chat box. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. What is number one? എന്തായിരുന്നു ഒന്നാമത്തേത്? Salvation experience. രക്ഷയുടെ അനുഭവം. When we receive salvation, there is no human agency involved. നാം രക്ഷയെ സ്വീകരിച്ചപ്പോൾ അതിനകത്ത് മാനുഷിക പ്രവൃത്തികളോ കരങ്ങളോ ഇല്ലായിരുന്നു. Of course, somebody shared the gospel with us or preached the gospel with us. That is one side, but the real action, the real creation is happening in our spirits, that is directly from heaven, in the spirit realm, in the supernatural realm, with the word of God and with the spirit of God. നിശ്ചയമായിട്ടും സുവിശേഷം പങ്കുവെച്ച ഒരു വ്യക്തി, ചില ആളുകൾ, ചില സംഘടനകൾ ഒക്കെ ഇതിൻ്റെ പിറകിലുണ്ടായിരിക്കാം. എന്നാൽ സത്യത്തിൽ ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ എത്തിച്ചത് പരിപൂർണമായും ദൈവികമായിരുന്നു. അസാധാരണമായ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ആത്മാവും വചനവുമാണ്. ദൈവത്തിൻ്റെ വചനവും അതുപോലെ പരിശുദ്ധാത്മാവും ചേർന്നുള്ള ഒന്നിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അത്യത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചത്. Hallelujah. The second experience is the baptism of the Holy Spirit. രണ്ടാമത്തേത് പരിശുദ്ധാത്മ സ്നാനം. The disciples of Jesus, they were born again. യേശുവിന്റെ ശിഷ്യന്മാർ അവർ വീണ്ടും ജനിച്ചു. But Jesus said, don't stop there. You have to go ahead. എന്നാൽ യേശു പറഞ്ഞു, അവിടെ നിൽക്കരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം. You have to wait for the Holy Spirit, the promise of the Father. നിങ്ങൾ പരിശുദ്ധാത്മാവൻ എന്ന് പറയുന്ന വാഗ്ദാനം അല്ലെങ്കിൽ പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. Hallelujah. Hallelujah. And they waited for 10 days. അവർ അതിനു വേണ്ടി 10 ദിവസം കാത്തിരുന്നു. And the Holy Spirit came. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. That was the second supernatural experiences they had with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ടുള്ള രണ്ടാമത്തെ അതിമനോഹരമായ അസാധാരണമായ ഒരു അനുഭവമാണ് അവർക്ക് അവിടെ ഉണ്ടായത്. And the second experience was more powerful. രണ്ടാമത്തെ ഈ ഒരു അനുഭവം അത് അതിശക്തമായിരുന്നു. They heard the sound of a violent wind. അവിടെ കൊടിയ കാറ്റടിക്കുന്ന പോലുള്ള ശബ്ദം അവർ കേട്ടു. They saw tongues of fire. അവർ പിളർന്ന നാവുകൾ അവർ കണ്ടു. And they started speaking some other languages. മറ്റ് ചില ഭാഷകളിൽ അവർ സംസാരിക്കാനും തുടങ്ങി. And this experience is called baptism in the Holy Spirit. ഈ അനുഭവത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. Baptizo or baptism means to immerse something in some liquid, some water or something in liquid form. ബാപ്റ്റിസോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ മുങ്ങുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വസ്തു ഒരു വെള്ളത്തിലേക്കോ മറ്റേതെങ്കിലും ഒരു പദാർത്ഥത്തിലേക്കോ മുങ്ങുന്നതാണ് എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. Yeah, for example, suppose a white piece of cloth is dipped in blue dye. What happens? When you take it out, it is no more white, it is blue. ഉദാഹരണമായിട്ട് ഒരു വെള്ള തുവാല എടുത്ത് ഒരു നീല മഷിയുള്ള ഒരു ദ്രാവകത്തിലേക്ക് നാം മുക്കുകയാണെങ്കിൽ അത് പുറത്തെടുക്കുമ്പോൾ പിന്നീട് ആ വെള്ള തുണിയായിട്ടല്ല അത് കാണുന്നത്, മറിച്ച് അതിന്റെ നിറം നീലയായിരിക്കും. Hallelujah. Hallelujah. Similarly, baptism is to immerse into an element which has the power to change you. മറ്റൊരു തരത്തിൽ പറഞ്ഞ സ്നാനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ചില ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ്. The Holy Spirit has the power to change your life. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. When the Holy Spirit comes, your life will transform. When you are baptized in the Holy Spirit, you have His color, His property, His nature. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ആകമാനം ഒരു മാറ്റമുണ്ടാകുന്നു. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിൻ്റെ നിറം, പരിശുദ്ധാത്മാവിൻ്റെ പ്രകൃതമുള്ളവരായിട്ട് നിങ്ങൾ മാറ്റപ്പെടുകയാണ്. Hallelujah. Hallelujah. So baptism means immersion. അതുകൊണ്ട് സ്നാനം എന്ന് വെച്ചാൽ അർത്ഥം മുങ്ങുക. But
according to a man of God, there is a difference between water baptism and Holy Spirit baptism. ഒരു ദൈവദാസൻ അദ്ദേഹം ഈ സാധാരണ സ്നാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. In water baptism, you are going under or you are going into the water. ജലസ്നാനത്തിൽ നിങ്ങൾ വെള്ളത്തിന് അടിയിലേക്ക്, വെള്ളത്തിനകത്തേക്കാണ് പോകുന്നത്. You are going inside. നിങ്ങൾ വെള്ളത്തിന് അടിയിലേക്ക് പോകുന്നു. You are immersed and you are covered by water. നിങ്ങൾ ആ വെള്ളത്തിൽ മുങ്ങുമ്പോൾ വെള്ളത്താൽ നിങ്ങൾ ചുറ്റി വലയം പ്രാപിക്കുന്നു. Maybe in a pool, in a river, in an ocean, you're going under into the water. നിങ്ങൾ ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു നദിയിലോ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ വെള്ളത്തിന്റെ അടിയിലേക്കാണ് ഇറങ്ങുന്നത്. വെള്ളം നിങ്ങളുടെ മുകളിലായിരിക്കും. Holy Spirit baptism is not like that. പരിശുദ്ധാത്മാവിന്റെ സ്നാനം പക്ഷേ അങ്ങനെയല്ല. It is like standing under waterfalls. അത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ കീഴിൽ നിൽക്കുന്നത് പോലെയാണ്. So if you are standing under a powerful mighty waterfalls, what will happen? നിങ്ങൾ അതിശക്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ കീഴെ നിങ്ങൾ നിന്നാൽ എന്ത് സംഭവിക്കും? The water is falling down. വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. In huge quantities. വളരെ വലിയ തോതിലുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. And you are completely covered by it. നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനാൽ ഇപ്പോൾ നിറയപ്പെടുകയാണ്. In that case also you are completely immersed. ആ ഒരു വിധത്തിൽ പോലും നിങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ നിമഗ്നനായിരിക്കുന്നു. You are covered. നിങ്ങൾ ഇപ്പോൾ വലയം പെട്ടിരിക്കുന്നു. And you are filled. നിങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നു. But the thing is, the Holy Spirit in Holy Spirit baptism, he is coming from above downwards into you and you are completely covered. ഓർക്കുക, പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പ്രത്യേകത, അവൻ മുകളിൽ നിന്ന് ഇറങ്ങി നിങ്ങളെ മൊത്തം വലയം ചെയ്ത് നിങ്ങൾ അതിനുള്ളിലാക്കി കളയുന്നു. When the first batch of believers in Acts chapter 2 on the day of Pentecost, when they received the Holy Spirit baptism, the Bible says a sound from heaven. That means God opened heaven. The Holy Spirit is coming from above. And the Holy Spirit came into that room, filled the whole room and filled every individual. ഓർക്കുക, ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ട ആളുകൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ സംഭവിച്ചത്, മുകളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായവൻ താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ മേൽ അവൻ ഇറങ്ങി വന്നു. അതുമാത്രമല്ല, ഓരോരുത്തരുടെ മേലും അഗ്നിനാവ് പ്രത്യക്ഷമായി ഓരോരുത്തരും സംസാരിക്കുവാൻ തുടങ്ങി. Hallelujah. Hallelujah. The Bible says all of them were filled with the Spirit. ബൈബിൾ പറയുന്ന ഓരോ വ്യക്തികളും ആത്മാവിനാൽ നിറയപ്പെട്ടു. So when the Holy Spirit baptism takes place, the Holy Spirit comes from above like a waterfalls. He goes down into our spirits, and from within, from that Spirit, he spills over to the soul, then he spills over to the body, and he is flowing out of us. ആമേൻ. പരിശുദ്ധാത്മ അഭിഷേകം ഒരു വെള്ളച്ചാട്ടം പോലെ നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിനകത്തേക്ക് നിങ്ങളായിത്തീരുകയാണ്. അവൻ നിങ്ങളുടെ ആത്മാവിനെ നിറഞ്ഞ് പുറത്തേക്ക് കവിയാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാണൻ അഥവാ നിങ്ങളുടെ ദേഹിയെ നിറഞ്ഞ് അത് പുറത്തേക്ക് കവിയാൻ തുടങ്ങും. അത് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തെയും നിറഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. And finally he will start flowing through your tongue. ഒടുവിൽ നിങ്ങളുടെ നാവിലൂടെ അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. You understand my point? ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? But in water baptism, you are going into water. എന്നാൽ ജലസ്നാനത്തിൽ നിങ്ങൾ വെള്ളത്തിന് അകത്തേക്ക് അടിയിലേക്ക് നിങ്ങൾ പോവുകയാണ്. But in Holy Spirit baptism, he is coming into you like a waterfall. എന്നാൽ പരിശുദ്ധാത്മ സ്നാനത്തിൽ അവൻ നിങ്ങളുടെ മേൽ ഒരു വെള്ളച്ചാട്ടം പോലെ ഇറങ്ങി വരികയാണ്. And the Holy Spirit will fill inside of you. പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളുടെ അകത്ത് നിറയപ്പെടുന്നു. From within, he will start flowing out of you. അവിടെ നിന്ന് അവൻ പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. You will be covered. നിങ്ങൾ വലയം ചെയ്തിരിക്കുന്നു. And he can flow through you to others. മറ്റുള്ളവരിലേക്ക് നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. Hallelujah. ഹല്ലേലൂയ. The Bible says, ബൈബിൾ പറയുന്നു, out of the abundance of heart, mouth speaks or tongue speaks. ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ വായി സംസാരിക്കുന്നത്. Hallelujah. In the same way, when the Holy Spirit is inside of us, full,
He will start speaking through us. ഓർക്കുക, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധാത്മാവാണ് പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് സംസാരിക്കുന്നത്. He will flow as different languages. വ്യത്യസ്തമായ ഭാഷകളിലൂടെ അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. And because he is a master for languages, when the Holy Spirit comes, sometimes you will speak human languages, sometimes you will speak heavenly languages. അവൻ സകല ഭാഷകളുടെയും തലവനായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ചില സമയത്ത് മാനുഷിക ഭാഷകളിൽ, മനുഷ്യ ഭാഷകളിൽ, നമ്മുടെ ഭാഷകളിൽ അവൻ സംസാരിക്കുന്നു. Now, you can receive the Holy Spirit in two ways. രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കും. One is directly, without any human agency, the Spirit of God can come on you and fill you. ഒന്നാമതായിട്ട് മറ്റൊരു മാനുഷിക പ്രവർത്തനങ്ങളും കൂടാതെ പരിശുദ്ധാത്മാവിനെ നേരിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. That was what happened on the day of Pentecost. അതാണ് പെന്തിക്കോസ്ത് ദിനത്തിൽ സംഭവിച്ചത്. But after the day of Pentecost, wherever apostles went, he laid their hands on people and they started receiving. എന്നാൽ പെന്തിക്കോസ്തിന് ശേഷമായിട്ട് എവിടെയൊക്കെ അപ്പസ്തോലന്മാർ ചെന്നുവോ അപ്പസ്തോലന്മാർ കൈവച്ചിടത്തൊക്കെ ദൈവിക വിടുതലുകൾ നടക്കാൻ തുടങ്ങി. Ananias, when he laid his hands on Saul, who was persecuting the church, he said, "Brother Saul, be filled with the Holy Spirit." And he was full of the Holy Spirit. പൗലോസിന്റെ അടുക്കൽ, ശൗൽ എന്ന് പറയുന്ന പൗലോസിന്റെ അടുക്കൽ, സഭയെ ഉപദ്രവിച്ചതിന്റെ അടുക്കൽ അനന്യാസ് ചെന്ന് കഴിഞ്ഞപ്പോൾ അനന്യാസ് പറയും, ശൗലെ മകനെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ വിടുതലുകൾ നടന്നു. And after that Peter, John, the other apostles, wherever they went to Corinth, they went to Ephesus, they went to Samaria, wherever they went, they laid hands on believers and they started to receive the Holy Spirit. ബാക്കിയുള്ള അപ്പസ്തോലന്മാർ എല്ലാവരും തന്നെ എവിടെയൊക്കെയാണോ അവർ കടന്നുപോയത്, അവർ കൊരിന്തിലായിരിക്കാം, എഫെസോസിലായിരിക്കാം, പോയിടത്തൊക്കെ കൈവച്ചെടുത്ത് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. Now, when you receive the baptism of the Holy Spirit, what are the results? നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഫലങ്ങൾ? When we read Acts chapter 1 and verse number 8, അപ്പസ്തോലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം നാം വായിച്ചാൽ, one purpose, maybe one of the main purposes of Holy Spirit baptism is mentioned there. അവിടെ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ഉദ്ദേശം അവിടെ പരാമർശിച്ചിട്ടുണ്ട്. When the Holy Spirit shall come upon you, you shall receive power. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. Everybody say power. എല്ലാവരും ചേർന്ന് പറയാമോ? ശക്തി. Show me your hands and say power. നിങ്ങളുടെ കൈകൾ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞാലും ശക്തി. Hallelujah. Hallelujah. When the Holy Spirit comes, when you are baptized by the Holy Spirit, you will receive His power, spiritual power, Holy Spirit's power, supernatural, heavenly power. നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കുകയാണ്. The word mentioned there in Greek is dunamis. അവിടെ ഗ്രീക്കിൽ അതിനുവേണ്ടി പരാമർശിച്ചിരിക്കുന്ന വാക്ക് ഡുനാമിസ് എന്നാണ്. Out of that word derives dynamite. അതിൽ നിന്നാണ് ഡൈനമിറ്റ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ളത്. Dynamite is meant for explosion. ഡൈനമിറ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാം വിസ്ഫോടനം ഉണ്ടാക്കുന്ന ഒന്നാണ്. And when you will receive power of the Holy Spirit, there will be an explosion. ഓർക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു വിസ്ഫോടനം ഉണ്ടാവുകയാണ്. On the day of Pentecost there was an explosion. ഓർക്കുക, പെന്തിക്കോസ്ത് ദിനത്തിൽ എന്താ സംഭവിച്ചത്? ഒരു വിസ്ഫോടനം ഉണ്ടായി. How do you know that? എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? When the Holy Spirit came and when they received power and when they started speaking in tongues and talking to God and worshiping Him and praising Him, people who had come for the festival, all of them came to that upper room. Why? They heard a sound. They knew there was an explosion. It was not a natural explosion. It was a supernatural, heavenly explosion. Spiritual
explosion. Amen. ഇവിടെ 120 പേരടങ്ങുന്ന സംഘം ആ മാളിക മുറിയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൊടിയ കാറ്റടിക്കുന്ന പോലുള്ള അനുഭവം ഉണ്ടായി. അഗ്നിനാവ് അവർക്ക് പ്രത്യക്ഷമായി. അതൊക്കെ അവർ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തു. അവിടെ ഈ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ദൂരദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളവരെല്ലാവരും അവിടേക്ക് ഓടിയെത്തി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വിസ്ഫോടനം നടന്നത് അവർക്ക് മനസ്സിലായി. If there is a bomb blast, all people in the surrounding area, they will know and they will throng around. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബോംബ് വിസ്ഫോടനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം അവിടെ ഓടിയെത്തും. Can I tell you something? ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് If you പറയട്ടെ. have the power of the Holy Spirit in you, you are a dynamite. നിങ്ങൾ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ഡൈനാമിറ്റ് ആണ്. And wherever you go, there will be explosions. എവിടെയൊക്കെ നിങ്ങൾ പോയാലും അവിടെയൊക്കെ ഒരു വിസ്ഫോടനങ്ങൾ You ഉണ്ടാകും. will shake people, you will shake surroundings, you will shake the climate, you will shake the atmosphere. നിങ്ങൾ പോകുന്നിടത്ത് ജനങ്ങളെ നിങ്ങൾ കുലുക്കും, അന്തരീക്ഷത്തെ നിങ്ങൾ കുലുക്കും, ദേശങ്ങളെ നിങ്ങൾ കുലുക്കും. Shout hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Some people ask me a question, how do you know that you are baptized in the Holy Spirit? ആരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? You will know that there is an internal strength inside. നിങ്ങളുടെ അകത്ത് ആന്തരികമായ ഒരു ശക്തിയെ നിങ്ങൾ തിരിച്ചറിയും. But how do you know outwardly? എങ്ങനെയാണ് പുറമേ അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്? Maybe I can put it this way, the first or the initial physical evidence is talking in spiritual languages. അതിൻ്റെ ആദ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാരംഭമായിട്ടുള്ള അതിൻ്റെ തെളിവെന്ന് പറയുന്നത് മറ്റ് ഭാഷകളിൽ അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. Acts chapter 2 verse number 4, all of them started speaking in tongues, different languages given utterance by the Holy Spirit. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാമത്തെ വചനം അവിടെ നാം കാണുന്നത് ഓരോരുത്തരും അന്യഭാഷയിൽ സംസാരിച്ചു. Hallelujah. ഹല്ലേലൂയ. See, sometimes people master different world languages. ചില സമയങ്ങളിൽ ജനങ്ങൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഭാഷകളിൽ പ്രാവീണ്യമുള്ളവരാണ്. But when you are baptized in the Holy Spirit, you will start speaking in a supernatural language, not a world language. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിലൊരു ഭാഷയല്ല, മറിച്ച് അസാധാരണമായിട്ടുള്ള ദൈവികമായ ഒരു ഭാഷ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. James the apostle says, out of all the organs, all the parts of the body, the most difficult part to control is the tongue. യാക്കോബ് എന്ന് പറയുന്ന അപ്പസ്തോലൻ പറയുന്ന ശരീരത്തിലെ മറ്റ് എല്ലാ അവയവങ്ങളെക്കാളും വിഷമമുള്ളതും മെരുക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ അവയവം എന്ന് പറയുന്നത് നാവ് ആകുന്നു. When the Holy Spirit came, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ on the first batch, 120 people, 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ he took control of their tongue. അവരുടെ നാവിന്റെ അധികാരം അവൻ ഏറ്റെടുത്തു. The most difficult part to control. ഏറ്റവും ബുദ്ധിമുട്ട് മെരുക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം. If a person is able to control his tongue, he will be able to control all his body. ഒരുവനെ തന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ അവന്റെ ശരീരത്തെ മുഴുവൻ അവന് വേഗത്തിൽ നിയന്ത്രിക്കാൻ Who is സാധിക്കും. that person who is able to control the tongue? ആർക്കാണ് ഈ നാവിനെ അധികാരപ്പെടുത്തുവാൻ അല്ലെങ്കിൽ മെരുക്കുവാനുള്ള അധികാരമുള്ളത്? The Holy Spirit. പരിശുദ്ധാത്മാവിന്. He comes, he takes control of our tongue. That's the way he can lead, he can control all our total being. അവൻ വന്ന് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ നാവിനെ അവൻ മെരുക്കിയെടുക്കുന്നതോടെ നിങ്ങളുടെ മൊത്തം ജീവിതത്തിന്റെ അധികാരം അല്ലെങ്കിൽ അതിനെ മെരുക്കിയെടുക്കുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ അവന് സാധിക്കുന്നു. Isn't that wonderful? ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു The കാര്യമല്ലേ? Holy Spirit comes and he takes control of our life. അവൻ കടന്നു വരുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ ആകമാനം നിയന്ത്രിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I'm so excited to give you all these wonderful truths from the Bible. ബൈബിളിൽ നിന്ന് ഈ വലിയ വലിയ സത്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് വളരെ ആവേശത്തിലാണ്. Hallelujah. ഹല്ലേലൂയ. We'll continue with this tomorrow also. ഇത് ഞാൻ നാളെ കൊണ്ട് വീണ്ടും തുടരുന്നതായിരിക്കും. And get ready. അതിനുവേണ്ടി തയ്യാറാവുക. Hallelujah. ഹല്ലേലൂയ. Shall we pray together right now? നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. May I request you to stretch out your hands towards the screen. ഈ സ്ക്രീനിലേക്ക് ദയവായി നിങ്ങളുടെ കൈകൾ നീട്ടിപ്പിടിച്ചാലും. Father, I pray that you may give more about
more knowledge about the Holy Spirit to your people. പിതാവേ, ഇപ്പോൾ ജനത്തിന് കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകേണ്ടതിനായി If പ്രാർത്ഥിക്കുന്നു. anybody has not received the baptism of the Holy Spirit, let them receive these days of Father. കർത്താവേ, ഇവരിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, സ്നാനം ഏൽക്കാത്തവരുണ്ടെങ്കിൽ, കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ കർത്താവ് കൃപ Let them ചെയ്യണമേ. receive power. കർത്താവേ, അങ്ങയുടെ ശക്തി ഇവരിപ്പോൾ Let them പ്രാപിക്കട്ടെ. become a dynamite കർത്താവ് ഓരോരുത്തരും ഡൈനമിറ്റായി and മാറട്ടെ. take control of their life of Father. കർത്താവ് ഇവരുടെ ജീവിതത്തിന് നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. Oh, take control of their tongue. അവരുടെ നാവിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. And right now, Holy Spirit, spill over into their lives and heal the sick people. കർത്താവേ, ഇവരുടെ ജീവിതത്തിലൂടെ അങ്ങ് നിറയണമേ, അങ്ങ് ഇവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ In the name of Jesus, I command all kinds of diseases to be healed. യേശുവിന്റെ നാമത്തിൽ എല്ലാ വിവിധ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Pneumonia be healed in Jesus' name. ന്യൂമോണിയ യേശുവിന്റെ നാമത്തിൽ Liver സൗഖ്യമാകട്ടെ. cirrhosis be healed in Jesus' name. ലിവർ സിറോസിസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. HIV positive become negative in Jesus' HIV name. പോസിറ്റീവ് ഇപ്പോൾ നെഗറ്റീവായി മാറട്ടെ. COVID-19 positive become negative in Jesus' name. COVID-19 യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നെഗറ്റീവായിട്ട് മാറട്ടെ. In the mighty name of Jesus, I release supernatural healing. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അസാധ്യമായ അമാനുഷികമായ വിധത്തിൽ കർത്താവ് ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. Crippled bones be straightened in Jesus' name. യേശുവിൻ നാമത്തിൽ വളഞ്ഞ അസ്ഥികൾ നിവരയാകട്ടെ. I also pray for financial breakthroughs. അപ്പോൾ തന്നെ സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകാൻ The debts പ്രാർത്ഥിക്കുന്നു. be cleared off. എല്ലാ കടങ്ങൾ ഇപ്പോൾ കൊടുത്തു And വിട്ടപ്പെടട്ടെ. I pray for jobless people. കർത്താവെ, ജോലിയില്ലാത്തവർക്കായി Give പ്രാർത്ഥിക്കുന്നു. them wonderful, very good jobs, of Father. കർത്താവെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ജോലി അവർക്ക് നൽകണമേ. I pray for unmarried people. കർത്താവ്, വിവാഹം കഴിയാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. Father, give them the right life partners. കർത്താവ്, ശരിയായ ജീവിത പങ്കാളി അങ്ങ് I കൊടുക്കേണ്ടതിനായി pray for all the പ്രാർത്ഥിക്കുന്നു. ministers. ഓരോ കർത്താവ് ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു. Lord, give them more of your power. കർത്താവെ, കൂടുതൽ ശക്തി അങ്ങ് അവരുടെ മേൽ പകരണമേ. Hallelujah. ഹല്ലേലൂയ. Whatever your need is, whatever your desire is, just intimate the Lord Jesus right now. എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിലും, എന്താണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിലും യേശു കർത്താവിനോട് തുറന്നു പറയുക. I release blessing upon blessing. കർത്താവെ, ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം ഞാൻ ഇപ്പോൾ പകർന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. I would like to hear from you. Use my personal WhatsApp number and send me your prayer requests, also your experiences, your comments, your suggestions about Morning Glory, etc. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മോർണിംഗ് ഗ്ലോറിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കമന്റ് ബോക്സിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ. Every evening at 7 o'clock we have a study on the book of Romans. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ബുക്ക് ഓഫ് റോമൻസിനെ കുറിച്ചുള്ള സ്റ്റഡി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. And spread the news, send the link to all people. അത് മാത്രമല്ല, എല്ലാവർക്കും ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. We are going to worship together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. Amen. ആമേൻ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്.